വെരി ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും കിട്ടിയിട്ടോ അമ്മ. ഞാനൊന്ന് പുറത്തു വേണം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം. അപ്പൊ നിങ്ങളെ എന്തായാലും എനിക്ക് കാണണ്ടേ. അപ്പൊ ഞാൻ ഈ ബ്രേക്ക്ഫാസ്റ്റ്, അതായത് ബ്രേക്ക്ഫാസ്റ്റ് ഞാനിത് കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് മുൻപ്. ഗോതമ്പ് മസാല ദോശയാണ്. ഈ മസാല ദോശ കാണിച്ചിട്ടില്ല. ഇത് ഗോതമ്പ് മസാല ദോശ, ഗോതമ്പ് പൊടി കൊണ്ടുണ്ടാക്കുന്ന മസാല ദോശയാണ്. അപ്പൊ അത് ഞാൻ കാണിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എന്നാലും ഇന്നിപ്പം ഞങ്ങൾ ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകും. ഉച്ചയ്ക്ക് എന്തായാലും ഭക്ഷണം പുറത്തുനിന്നല്ലേ, അപ്പൊ രാവിലെ അത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉണ്ടാക്കുകയാണ്. അപ്പൊ അതിനുള്ള മസാല ഒക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട്, ഉരുളക്കിഴങ്ങ് മസാല എല്ലാവർക്കും അറിയാം, അത് ഞാൻ കാണിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഗോതമ്പ് കുറച്ച് ഉഴുന്ന് അരക്കുക നമ്മൾ. ഇതിൽ ഗോതമ്പ് പൊടി ഉപ്പും കലക്കി വെക്കുക രാത്രി. നമ്മളെന്നും അരിപ്പൊടി അരിയൊക്കെ അരച്ചിട്ട് വെക്കില്ലേ, അതിന് പകരം കുറച്ച് ഉഴുന്നരക്കുക. ഉഴുന്നും കുറച്ച് എന്താ പറയുക ഉലുവയും ഉഴുന്നും കൂടി അരക്കുക. കുറച്ച് ഒരു അര സ്പൂണ് ഉലുവ നമ്മുടെ ആവശ്യത്തിന്, നമ്മൾ ക്വാണ്ടിറ്റി എടുക്കുന്നതിനനുസരിച്ച് ഉലുവയൊക്കെ ഇടാൻ നിങ്ങൾക്ക് അറിയാമല്ലോ ദോശയ്ക്ക്. അപ്പൊ ഉഴുന്നും ഉലുവയും വെള്ളത്തിൽ കുതിർത്തി അരക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ ഗോതമ്പ് പൊടിയും കൂടി ഇളക്കി ദോശയ്ക്ക് കലക്കി വെക്കുന്ന പോലെ തന്നെ കൂട്ടി വെക്കുക. എന്നിട്ട് രാവിലെ എടുത്ത് ദോശ ഉണ്ടാക്കുക. അത്രേ ഉള്ളൂ ഗോതമ്പ് ദോശ. ഗോതമ്പ് ദോശ ഉണ്ടാക്കുകയാണെങ്കിലോ മസാല ദോശ ഉണ്ടാക്കുകയാണെങ്കിലോ ഒക്കെ അങ്ങനെ ഞാൻ ചെയ്യാറ്. എന്നാലേ ഉരുളക്കിഴങ്ങിന്റെ കാര്യം ഒന്ന് പറഞ്ഞോളാം. അന്നത്തെ വീഡിയോ കാണാത്തവരുണ്ടാവല്ലോ. പുഴുങ്ങിയിട്ട് അതില് പുഴുങ്ങി വെക്കുക, പൊടിച്ചു വെക്കുക അങ്ങനെ കൈകൊണ്ട്. എന്നിട്ട് നമ്മുടെ സവോള ആദ്യം കുറച്ച് എണ്ണ ഒഴിക്കുക. കടുക്, ഉഴുന്നുപരിപ്പ്, കടലപ്പരിപ്പ് ഇടുക. അതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ സവോള ഇടുക, പച്ചമുളക് ഇടുക, കറിവേപ്പില ഇടുക. എന്നിട്ട് ഈ ഉരുളക്കിഴങ്ങ് പൊടിച്ചത് അതിലിടുക. പിന്നെ ആവശ്യത്തിന് വേണ്ടവർക്ക് ഇത്തിരി മല്ലിയില ഇടുക. ഞാൻ ഇത്തിരി മല്ലിയില ഇട്ടിട്ടുണ്ട് ലാസ്റ്റ്. അത്രേ ഉള്ളൂ. അപ്പൊ എന്താന്ന് പറഞ്ഞാൽ അന്ന് വീഡിയോ കാണാത്തവർ ചിലപ്പോൾ കാണുകയാണെങ്കിൽ അവർക്കൊന്ന് മനസ്സിലായിക്കോട്ടെ. ഗോതമ്പ് ദോശയെ കുറിച്ച് എന്നോട് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഗോതമ്പ് ദോശ ഉണ്ടാക്കണമെങ്കിൽ ഇതേപോലെ തന്നെ ഞാൻ ഉണ്ടാക്കുക. അതായത് വെറും ഗോതമ്പ് പൊടി കൊണ്ടല്ല ഞാൻ ദോശ ഉണ്ടാക്കുക. ഉഴുന്ന് കുറച്ച് അരച്ച് കൂട്ടി നമ്മുടെ ദോശമാവ് പോലെ കൂട്ടിയിട്ടാണ് ഉണ്ടാക്കുക. അപ്പൊ നമുക്ക് ദോശ ഒഴിക്കാം. അപ്പൊ ദോശ അതിലേക്ക് ഇങ്ങനെ ഒഴിക്കൂ. ഇത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ എനിക്ക്, അച്ഛന്, ചോട്ടൂന്, ഹനുമോൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇത്. പിന്നെ ഇഡ്ഡലി, ഈ രണ്ട് സാധനം എനിക്ക് ഇഷ്ടം. അപ്പൊ ഈ മസാല ദോശ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇതെന്തറിയോ, മുളക്, കുറച്ച് നിലക്കടല, ഉപ്പ് ഒക്കെ കൂടി ഞാൻ പൊടിച്ചു വെക്കുന്നതാണ്. ഇത് ദോശയുടെ കൂടെ എല്ലാ ദോശയിലും ഞാനിങ്ങനെ ഇട്ട് കൊടുക്കും. നിലക്കടല, ഉപ്പ്, ഉണക്കമുളക്. പിന്നെ വേണമെങ്കിൽ കുറച്ച് കറിവേപ്പില ഇടാറുണ്ട്. പക്ഷെ ഇന്ന് ഇതിൽ ഇട്ടിട്ടില്ല. കറിവേപ്പിലൊക്കെ ഇട്ട് പൊടിച്ചിടും. അപ്പൊ എന്താ പറയുക, കറിവേപ്പിലൊക്കെ അകത്ത് ചെന്നാൽ നല്ലതല്ലേ. എന്നിട്ട് ഞാൻ എല്ലാ ദോശ ഉണ്ടാക്കുമ്പോഴും ഇങ്ങനെ വെറുതെ ഇട്ട് കൊടുക്കും. ഇപ്പൊ ഓംലേറ്റ് ദോശയൊക്കെ ഉണ്ടാക്കില്ലേ, അപ്പോഴൊക്കെ ഞാൻ ഇതുപോലെ ഇടും. അപ്പൊ പിന്നെ മസാല ദോശയ്ക്ക് ഇങ്ങനെ ഇടാം. പിന്നെ ഗോൾഡ് വിന്നറും നെയ്യും കൂടി മിക്സ് ചെയ്തതാണ് കേട്ടോ. അത് നമുക്കിതിൻ്റെ മേലെ കുറച്ചിങ്ങനെ മസാല ദോശയൊക്കെ ആകുമ്പോൾ നമുക്ക് ഇത്തിരി നെയ്യും എണ്ണയൊക്കെ വേണ്ട. അപ്പോൾ രണ്ടും സമാസമം എടുത്തിരിക്കുകയാണ് ഞാൻ, നെയ്യും. അപ്പോൾ മുഴുവൻ നെയ്യാകുമ്പോൾ ഇവിടെ അത്രയ്ക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇപ്പോഴേ ഞാൻ അമ്മക്കൊരു ടിപ്സ് പറഞ്ഞു തരാം. സൗന്ദര്യത്തിൻ്റെ ടിപ്സ്. അമ്മ സത്യമായിട്ട് പറഞ്ഞു തരാം കേട്ടോ. അമ്മ കേട്ട് നോക്ക്. ഏറ്റവും നല്ല ടിപ്സാണ് കേട്ടോ. നമ്മളെല്ലാവരും എന്താ ചെയ്യുക സാധാരണയായിട്ട്, കൈയും കാലും ഒക്കെ വൃത്തിയാക്കി വെക്കും. ചിലരൊക്കെ മേക്കപ്പ് സെറ്റുകൾ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മുഖത്തൊക്കെ തേച്ച് എത്രത്തെ സൗന്ദര്യം നമുക്ക് വരുത്താൻ പറ്റും എന്ന് വെച്ചാൽ, സൗന്ദര്യം ഒരു മനുഷ്യൻ ഒരു ഇത്തിരി കൂടുതൽ വരുത്താൻ തന്നെയാണല്ലോ എല്ലാവരും ആഗ്രഹിക്കുക. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് സൗന്ദര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു വീക്ക്നെസ്സാണ് അല്ലേ. അത് എത്രത്തോളം കൂട്ടാൻ പറ്റും അത്രത്തോളം മനുഷ്യൻ കൂട്ടും അല്ലേ, കൂട്ടാൻ ശ്രമിക്കും. ഒരു പൊട്ട് വെച്ചിട്ടോ, ഒരു വട ഇട്ടിട്ടോ, ഒരു വിരലോട് തേച്ചിട്ടോ, ഒരു പൗഡർ തേച്ചിട്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഫേസ് പാക്ക് തേച്ചിട്ടോ അങ്ങനെയൊക്കെ ചെയ്യാണല്ലോ എല്ലാവരും. എന്തിനാണ് ചെയ്യണത്? നമ്മൾ ഭംഗിയായിട്ട് കാണുന്നത് നമ്മുടെ ആഗ്രഹം, നമ്മുടെ മനസ്സിൻ്റെ ആഗ്രഹം. മറ്റുള്ളവരൊന്നും പുറത്ത് നമ്മളെന്നും ഭംഗിയായിട്ട് കാണണം. അപ്പം നാച്ചുറലായിട്ടൊരു ബ്യൂട്ടി ടിപ്സ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അത് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇരട്ടി സൗന്ദര്യം ഉണ്ടാവും. അതന്നെ, അത് വളരെ സിമ്പിളാണ് അമ്മ. അമ്മ കേട്ടാ പറയും ഇതാടാ മണ്ട നീ പറയാൻ വന്നത്, ഇതൊക്കെ എനിക്ക് അറിയണ കാര്യമാണെന്ന് പറയായിരിക്കും. എന്നാലും ഞാനൊന്ന് പറഞ്ഞുതരാം. നല്ല കൃഷിയായിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. കിട്ടും. പിന്നെ എന്താ പറയുക, ഇതിന് നമുക്ക് ഒരു നിറം ഗോതമ്പായത് കാരണം അതിൻ്റെ ഒരു ബ്രൗൺ കളർ ഉണ്ടാവും നല്ല.
അപ്പോൾ ഇതൊന്ന് ഇങ്ങനെ മേലെയൊക്കെ കുറച്ച് നെയ്യൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിനൊക്കെ ഇട്ടാൽ മതി. ഇവിടെ പിന്നെ കുറച്ച് നെയ്യും ഇതൊക്കെ മസാല ദോശയിൽ ഉണ്ടെങ്കിലാണ് ഇവിടെ എല്ലാവർക്കും ഒരു ഇഷ്ടം. അപ്പം അമ്മ ചോദിക്ക് എന്താണ് മോനെ ബ്യൂട്ടി ടിപ്സ് എന്ന്. ഇപ്പോൾ അമ്മയ്ക്കിപ്പോൾ ഇത്ര സൗന്ദര്യം ഉണ്ടെന്ന് വെച്ചോളൂ, കരുതിക്കോളൂ. എനിക്കത് ഇല്ലാത്തവനാണെന്ന് കരുതിക്കോളൂ. അപ്പം എനിക്ക് എങ്ങനെയാണ് നമുക്കൊക്കെ സൗന്ദര്യം വരിക എന്ന് പറഞ്ഞാൽ, എൻ്റെ അമ്മ നമുക്ക് ഈ മേക്കപ്പ് സെറ്റുകളും കാര്യങ്ങളൊക്കെ ഞാൻ വേണ്ടെന്നല്ല പറയണം, വേണം, ആവശ്യമാണ്. കാരണം സ്ത്രീകൾക്ക് എത്ര തന്നെ സൗന്ദര്യത്തിൻ്റെ സാധനങ്ങളുണ്ട്, അതൊക്കെ സ്ത്രീകൾ ഉപയോഗിക്കണം. അമ്മേനെ പോലെ ആവരുത്. അമ്മ വളരെ ചുരുക്കമാണ് ഉപയോഗിക്കുന്നത്. അപ്പം അങ്ങനെയല്ല, എന്തൊക്കെ ഉപയോഗിക്കാൻ പറ്റും, നമ്മുടെ സ്കിന്നിന് ദോഷം വരാത്ത എന്തൊക്കെ പറ്റും അതൊക്കെ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു സൗന്ദര്യം ശരിക്കും കാണുന്നത് എവിടെയാണ്? ഒരു മനുഷ്യൻ്റെ സൗന്ദര്യം. ഒരു മനുഷ്യൻ ഭയങ്കര വീക്കായിട്ട് ട്രിപ്സായിട്ടൊക്കെ ഇരിക്കുന്ന മനുഷ്യന്മാർ, ഡിപ്രഷനിലിരിക്കുന്ന മനുഷ്യന്മാർക്ക് പെട്ടെന്ന് കണ്ടാൽ നമുക്കറിയാം. കാരണം അവരുടെ കണ്ണിൻ്റെ അടിയിലൊക്കെ ഒരു കറുത്ത മാർക്ക് എന്ന് വെച്ചാൽ എല്ലാവർക്കും അല്ല കേട്ടോ, ഈ അസുഖമുള്ളവർക്കൊക്കെ കണ്ണിൻ്റെ അടിയിൽ കറുത്ത മാർക്കൊക്കെ ഉണ്ടാവും. മരുന്ന് കഴിക്കുന്നവർക്ക് അതൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാവും. അല്ലാത്തവർക്ക് കണ്ണിലൊരു തിളക്കക്കുറവൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ നെഗറ്റീവ്നെസ് എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, എന്ന് വെച്ചാൽ നെഗറ്റീവ് പറയുന്ന വ്യക്തികൾ, നമ്മളെ പറ്റി പൊട്ട ചിന്തിക്കുന്ന വ്യക്തികൾ, ഇവരെയൊക്കെ മനസ്സിൽ നിന്ന് ഇറക്കി അങ്ങോട്ട് മെല്ലെ വിടണം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ശരിയല്ല എന്ന് വെച്ചാൽ ഏതു നേരം നമ്മുടെ മനസ്സിനൊരു സ്വസ്ഥത ഇല്ല എന്ന് തോന്നുന്ന ചില ചിന്തകളിൽ നിന്ന് നമ്മൾ മുക്തരാവണം. മുക്തരായിട്ട് വേറൊരു സംഭവം കൂടി ചെയ്യാനുണ്ട്. എന്താ അറിയോ? നമ്മുടെ സാഹചര്യങ്ങൾ, ചിലപ്പോൾ ഇന്ന് നമ്മൾ മട്ടൻ ബിരിയാണി ആയിരിക്കും കഴിക്കുക, നാളത്തെ സാഹചര്യത്തിൽ ചിലപ്പോൾ വെക്കാൻ ആരോഗ്യമില്ലാന്ന് വരും. വെക്കാൻ ആരോഗ്യമില്ലാന്ന് വരും, അല്ലെങ്കിൽ പൈസ ഇല്ലാണ്ട് വരും. സാഹചര്യം ആർക്കും പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മുടെ കയ്യിലുള്ള കാശ് വേറെ എന്തെങ്കിലും ചിലവായി പോകും. അപ്പം നമ്മുടെ വീട്ടിൽ ആ സമൃദ്ധിയോട് നമുക്ക് കഴിയാൻ വന്നില്ല എന്ന് വരും. ഈ രണ്ട് സാഹചര്യത്തിൽ എന്ത് ചെയ്യണം അറിയോ? നല്ല സമൃദ്ധിയായിട്ട് കഴിക്കുമ്പോഴുള്ള അതേ മനോഭാവമില്ലേ, അതേ മനോഭാവത്തോടു കൂടി കുറച്ച് കഷ്ടകാലം വരുമ്പോഴും ഇതൊക്കെ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു അനുഭവമാണ്, ഞാനിത് പഠിക്കുന്നുള്ള ചിന്തയോട് കൂടിയിട്ട് വിഷമിച്ച മുഖത്തോട് കൂടിയിരുന്നിട്ട് എനിക്ക് ഇതേ ഉള്ളൂ, ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ ചിന്ത നമുക്ക് ഉണ്ടാവാൻ പാടില്ല. അതിൻ്റെ പകരം ഒരു പോസിറ്റീവ് മൈൻഡ്, എങ്ങനെ ഇത് ഇന്നത്തെ ബുദ്ധിമുട്ട് നാളെ അങ്ങോട്ട് തീരും എന്നുള്ള മൈൻഡ് നമ്മളൊപ്പം വരുമ്പോൾ നമ്മുടെ മനസ്സിന് നമ്മൾ കൊടുക്കുന്ന ശക്തി ഉണ്ടല്ലോ, അതിനെക്കാട്ടിലും വലിയ സൗന്ദര്യമേ ഇല്ല. പിന്നെ നെഗറ്റീവ്നെസ്സിനെ പുറത്തു വിടണം എന്ന് പറയുന്നത് എപ്പോഴും മറ്റുള്ളവൻ്റെ പരാതി പറഞ്ഞുകൊണ്ട് വരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും മറ്റുള്ളവരെ പറ്റി പരാതി പറഞ്ഞുകൊണ്ടിരിക്കുക, ഒരാളിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് ഇറക്കി വിടുക. കാരണം ഇതൊക്കെ വേണ്ടാത്ത അതിഥികൾ കയറി ഇരിക്കുകയാണ്. ബെല്ലടിച്ച് അനുവാദം ചോദിച്ച് വന്നവരൊന്നല്ല. ഇവരൊക്കെ ചുമ്മാ വന്നിരിക്കുമ്പോൾ നമ്മളെന്ത് അത്യാവശ്യം സമയമായില്ലേ പൊക്കോടെന്ന് പറഞ്ഞിട്ട് ഇറക്കി വിട്ട ആരെ? ഈ നെഗറ്റീവ് തോട്ട്സിനെ, ഈ നെഗറ്റീവ് ചിന്തകളെ നമ്മളിങ്ങോട്ട് അയച്ചു കഴിഞ്ഞാൽ യഥാർത്ഥമായിട്ടൊരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവും. എപ്പോഴാണ് ഒരു മനുഷ്യന് സൗന്ദര്യവാനോ സൗന്ദര്യവതിയൊക്കെയാവുന്നത്? നല്ല സന്തോഷം. അപ്പം എല്ലാ മനുഷ്യൻ്റെ ജീവിതത്തിൽ എല്ലാ ദിവസവും സന്തോഷം ഉണ്ടാവും. ദുഃഖമില്ലാത്ത ജീവിതം ഉണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ദുഃഖവും സന്തോഷവും രണ്ടും ഒരേപോലെ വന്നുകൊണ്ടാവുക. എന്തിന്? കൂടുതൽ ദുഃഖവും കുറവ് സന്തോഷമാണ് മനുഷ്യന്മാർക്ക് ഉണ്ടാവുക. നിങ്ങൾ കണ്ടിട്ടുണ്ടോ വലിയ വലിയ ഈ സാത്വികരായ വ്യക്തികൾ, സന്യാസിമാർ, അങ്ങനെ യോഗാസിദ്ധരായ ചില വ്യക്തികളൊക്കെ കണ്ടിട്ടുണ്ട്. അവരുടെ കണ്ണിൽ ഒരു പ്രത്യേക പവർ ഉണ്ടാവും. എന്താണെന്ന് പറയും? അവർ ഏത് സാഹചര്യത്തിലും ജീവിക്കാൻ, എന്ന് വെച്ചാൽ ഈ ജീവിതം ഇപ്പം നമ്മുടെ ഒരു കഥാപാത്രം ഉണ്ട്, അതിൽ കുറച്ച് ദുഃഖം അനുഭവിക്കണം നമുക്ക് എഴുതിയിട്ടുണ്ടെങ്കിൽ അനുഭവിച്ചേ തീരൂ. അപ്പോൾ ആ ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ മനസ്സിനൊരു ധൈര്യം നമ്മൾ കൊടുക്കണം. ഇത് മാറും, ഇത് മാറി നാളെ ഒരു നല്ല കാലം വരുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫുള്ളായിട്ട് അതിലേക്ക് ഇറങ്ങിയിട്ട് ആ സങ്കടം കൊണ്ട് തന്നെ ആ ഒരു ദിവസം കഴിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഒരു ദിവസമാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. എത്ര ആയുസ്സുണ്ട്, എത്ര ദിവസങ്ങളുണ്ട് എന്ന് നമുക്കറിയില്ല. ദൈവം എണ്ണിവെച്ച ഒരു ദിവസം ദൈവം നമുക്ക് തന്ന ദാനമാണ്. അപ്പോൾ എന്തുകൊണ്ട് ഈ സങ്കടത്തിന് നമ്മൾ അങ്ങോട്ട് മതിമറന്നിട്ട് അയ്യോ ഈ സങ്കടം എനിക്ക് വന്നു പറഞ്ഞതിന് മതിമറക്കണം? അതുപോലെ എന്തുകൊണ്ടൊരു സന്തോഷം വരുമ്പോൾ അതിനും മതിമറക്കണം? പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ഏതൊരു സാഹചര്യത്തിൽ ഇല്ലാത്തപ്പോഴും ഉള്ള പോലെ, അതുപോലെ പ്രത്യേകിച്ച് ഈ പുറത്തുപോയ ആൺകുട്ടികളൊന്നുമില്ല, ആൺകുട്ടിയോടും പെൺകുട്ടിയോടൊക്കെ ജോലിയുള്ളവരാണല്ലോ. അപ്പോൾ അവർ പുറത്തു പോയി വരുമ്പോൾ 100 ടെൻഷനും കൊണ്ട് കയറി വരുന്ന വീട്ടിലൊരു അമ്മയുണ്ടാവാം, ഭാര്യ ഉണ്ടാവാം, അച്ഛനുണ്ടാവാം, ആര് വേണമെങ്കിലും ഉണ്ടാവാം. വന്നതും നമുക്ക് അവിടുന്ന് ഇവിടുന്ന് കിട്ടിയ ന്യൂസുകളൊക്കെ എടുത്ത് അവരുടെ ചെവിയിൽ നമ്മൾ എത്തിക്കരുത്. അവർ വന്ന് കയറിയത് അവനോട് ഇരിക്കാൻ പറഞ്ഞ് ഒരു ഗ്ലാസ് ചായ കൊടുത്ത്, ആദ്യം ഒരു ഗ്ലാസ് വെള്ളം കൊടുത്ത് അവരോട് സംസാരിക്കുമ്പോൾ അവർക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുമ്പോൾ അപ്പം ആത്മധൈര്യം കൊടുക്കേണ്ട ഒരു ഭാര്യ വീട്ടിലുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ആ ഭാര്യനെയാണ് നമ്മൾ ലക്ഷ്മി എന്ന് വിളിക്കുക. കാരണം എന്താ അറിയോ? ചിലപ്പോൾ നേരത്തെ തന്നെ അറിഞ്ഞിട്ടുണ്ടാവും എൻ്റെ ഭർത്താവിന് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് വരുന്നതെന്ന് അറിയുമ്പോൾ ആ മനസ്സിൽ ഒരുപാട് ടെൻഷനുകൾ ഉണ്ടാവും. ആ സമയത്ത് വാതിൽ തുറന്ന് ഇരിക്കൂ കേട്ടോ,
നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് ധൈര്യം കൊടുക്കണം. സ്ത്രീകൾ ഭയങ്കര ശക്തിശാലികളാണ്. എങ്ങനെ അറിയോ? അവർ കൊടുക്കുന്ന ധൈര്യം ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ വേറെ ആർക്കും കൊടുക്കാൻ പറ്റില്ല. അപ്പം ആ ധൈര്യം ഭർത്താവിന് കൊടുക്കുമ്പോൾ എന്തുവെന്നറിയോ? എൻ്റെ ഭാര്യയ്ക്ക് ഇപ്പം ഈ ബുദ്ധിമുട്ട് തരണം ചെയ്യാനുള്ള ധൈര്യം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഒരു 80% ധൈര്യം ഭർത്താവിൻ്റെ ഉള്ളിൽ വരും. ശരിയാണോ? അതുപോലെ തന്നെ എന്നും ജീവിതത്തിൽ പ്രാർത്ഥന എന്നുള്ളൊരു ശക്തി തന്നെയാണ്. അതൊരിക്കലും ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പ്രാർത്ഥന ജീവിതത്തിൽ 2 സമയങ്ങളാണ് പ്രാർത്ഥനയ്ക്ക് ഏറ്റവും ശ്രേഷ്ഠം. കാരണം എന്തറിയോ? ആരോ എഴുതി വെച്ച കുറിപ്പുകൾ വെച്ചിട്ട് മന്ത്രം വായിച്ചിട്ടൊന്നും കാര്യമില്ല. ദൈവം ആഗ്രഹിക്കുന്ന പ്രാർത്ഥന ഏതാണെന്നറിയോ? ആരോ എന്തോ എഴുതി വെച്ചു, അതിന് ദൈവത്തിന് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞു കൊടുക്കുക. ചിലപ്പോൾ ദൈവം തന്നെ ഒരു അവതാരം എടുത്ത് എഴുതി തന്നായിരിക്കും. അത് വീണ്ടും വീണ്ടും പറയാൻ കേൾക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ഏറ്റവും നല്ല സമയം എന്താണെന്ന് പറഞ്ഞാൽ, ഏറ്റവും നല്ല പ്രാർത്ഥന എന്താണെന്ന് പറഞ്ഞാൽ, ദൈവം ആഗ്രഹിക്കുന്ന പ്രാർത്ഥന എത്ര മാത്രമാണ്? നിൻ്റെ ഉള്ളിലുള്ളത് നീ എന്നോട് പറയൂ എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? നമ്മൾ കുറേ നമുക്ക് കടിച്ചാൽ പൊട്ടാത്ത ആ വാക്കുകളും ഈ വാക്കുകളൊക്കെ എടുത്ത് പ്രാർത്ഥിച്ചാൽ മാത്രമേ ദൈവം നമുക്ക് സ്വന്തമായിട്ട് ഇങ്ങോട്ട് വരില്ലോ, നമുക്ക് അനുഗ്രഹിക്കുള്ളൂ എന്നത് ഭയങ്കര തെറ്റിദ്ധാരണയാണ്. കാരണം ദൈവം ഞാനോ അമ്മയോ അല്ല. കുറച്ച് മുഖസ്തുതി പറയുമ്പോഴേക്കൊന്ന് പുഞ്ചിരിച്ചിട്ട് ഒന്ന് അഹങ്കാരത്തിൽ ഏറില്ല അങ്ങോട്ട് കയറുന്ന വ്യക്തിയല്ല ദൈവം. ദൈവം എന്ന് പറയുന്നത് നിസ്വാർത്ഥനായതുകൊണ്ട്, ദൈവമായതുകൊണ്ട് മനുഷ്യനോ മൃഗമോ ഒന്നുമല്ല ദൈവം. ദൈവം എല്ലാത്തിൻ്റെയും മുകളിലുള്ളൊരു വ്യക്തിയാണ്. ആ ദൈവത്തിന് പ്രാർത്ഥിക്കേണ്ട സമയം എപ്പോഴാണെന്നറിയോ? ഏറ്റവും കൂടുതൽ സങ്കടത്തിൽ തകർന്നിരിക്കുന്ന ഹൃദയം ഉണ്ടാവില്ലേ, അവർ ആശ്വസിപ്പിച്ചാലും കൂടി സങ്കടം മാറില്ല എന്നുള്ളത് തോന്നൽ വരുന്ന ആ സമയത്ത് ഇങ്ങനെ തകർന്ന് ആരുമില്ല, വേണമെങ്കിൽ ചിലപ്പോൾ വേണ്ടപ്പെട്ടവർ മരിച്ചു പോയിട്ടുണ്ടാവും. അവരുടെ ദുഃഖം മറക്കാൻ പറ്റുന്നുണ്ടാവില്ല. ചിലപ്പോൾ നാളെ വീട് ജപ്തിയാവുണ്ടാവും, അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർ ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ടാവും, ആക്സിഡൻ്റായി കിടക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഞങ്ങളുടെ എല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. ആ നഷ്ടപ്പെട്ടു പോയ സമയത്ത് കണ്ണിൽ കണ്ണീര് നിറച്ചിട്ട് ആ ദൈവത്തെ മുമ്പത്ത് പോയിട്ട്, ദൈവമേ നീ ഉണ്ട് എന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്, നീ എന്നെ കൈവിടരുതേ ഭഗവാനെ എന്ന് വന്നിട്ട് കണ്ണും നുറ്റുന്ന ഓരോ തുള്ളി വെള്ളങ്ങളുണ്ടല്ലോ, അതാണ് ദൈവത്തിന് ചെയ്യുന്ന അഭിഷേകം. അതാണ് ദൈവത്തിന് ചെയ്യുന്ന യഥാർത്ഥ അഭിഷേകം. ആ അഭിഷേകം കേൾക്കാതിരിക്കുകയില്ല ദൈവം. കാരണം ദൈവം കാരുണ്യവാനാണ്. നിങ്ങൾക്ക് മെഴുകുതിരി കത്തിക്കാനോ വിളക്ക് കത്തിക്കാനോ ഒന്നും പൈസ ഇല്ലെങ്കിലും, പൈസയല്ല, നിങ്ങൾക്ക് അതിനുള്ള സമയമില്ലെങ്കിലും, നിങ്ങൾ ഇരിക്കുന്ന സ്ഥലം എവിടെയാണോ അവിടെ മനസ്സിൻ്റെ പരിശുദ്ധി കൊണ്ട് ആ ദൈവത്തിനെ മനസ്സാറെ വിളിക്കുക. ദൈവമേ, എനിക്ക് ഈ ദുഃഖം വന്നിട്ടുണ്ട്, എൻ്റെ വിധിയാണെങ്കിൽ പോലും ആ വിധിയെ പോലും മാറ്റാൻ കഴിവുള്ള സർവശക്തനായ നീ എനിക്കത് മാറ്റിത്തരണം എന്നുള്ള പ്രാർത്ഥനയുണ്ടല്ലോ, ആ പ്രാർത്ഥന ഒരിക്കലും ദൈവം കേൾക്കാതിരിക്കില്ല. അതുപോലെ തന്നെ ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് അങ്ങോട്ട് രക്ഷപ്പെട്ടു, ഒരുപാട് നിങ്ങൾക്ക് സമ്പത്ത് അങ്ങോട്ട് വന്ന് കുമിയാണ്. ആ സമയത്ത് ഒരു ചെറിയ കുട്ടിയുടെ നിഷ്കളങ്കമായ പുഞ്ചിരിയില്ലേ, അത് പറയാൻ പ്രത്യേകിച്ച് കാരണം എന്താ പറയുക, അഹങ്കാരമൊന്നുമില്ലാതെ ചെറിയ കുട്ടിയുടെ നിഷ്കളങ്കമായ പുഞ്ചിരിയോട് കൂടി ആ ദൈവത്തോട് പറയുക, ഇതൊന്നും എൻ്റെ കഴിവ് കൊണ്ടല്ല, നീ എനിക്ക് നൽകിയതാണെന്ന് പറയുന്നത്. ഈ 2 പ്രാർത്ഥനകളും ഈ 2 സമയങ്ങളുമാണ് ഈ സർവശക്തനായ ദൈവം ഉണ്ടെങ്കിൽ അവൻ നിസ്വാർത്ഥനായ വ്യക്തിയാണെന്നുള്ള ഉറപ്പ് നമുക്കുണ്ടല്ലോ. കാരണം ദൈവമാണല്ലോ. ആ ദൈവം കേൾക്കുന്ന 2 പ്രാർത്ഥനകൾ, 2 സമയങ്ങൾ ഇത് മാത്രമാണ്. നമ്മൾക്ക് ഒരുപാട് ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ ഉള്ളൊരു ഏത് സ്ഥലമാണെന്നൊന്നും നോക്കണ്ട, നിങ്ങൾ അവിടെ വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കില്ലേ, ആ കണ്ണിൽ നിന്ന് വരുന്ന 2 തുള്ളി കണ്ണീർ എന്തിന് ചില സന്ദർഭങ്ങളിൽ, ഇപ്പം എൻ്റെ അമ്മേനെ ഞാനൊരു ചെറിയൊരു ഉപമ നൽകാം. ചില സന്ദർഭങ്ങളിൽ ഒരുപാട് തകർന്നിരിക്കുന്ന എൻ്റെ ജീവിതത്തിൽ ചില സന്ദർഭങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട്. ആ സന്ദർഭങ്ങൾ വരുമ്പോൾ ഞാൻ എന്തിനാണ് എന്നൊക്കെ തോന്നിയൊരു സമയത്ത് അമ്മ തന്നൊരു ആത്മധൈര്യം എന്താ അറിയോ? നിനക്ക് എന്ന് പറഞ്ഞിട്ടൊരു കുടുംബമുണ്ട്, അവിടെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, സഹോദരനുണ്ട്. ഇവർക്ക് വേണ്ടിയിട്ട് അവരെ മുഖം ചിന്തിച്ചിട്ട് ജീവിതം മാറ്റി ചിന്തിക്കേ പറ്റുമെന്ന് പറഞ്ഞു. അന്ന് ജീവിതത്തിനെ പറ്റി എനിക്ക് പഠിപ്പിച്ചു തന്ന ആദ്യ ഗുരു എൻ്റെ അമ്മയാണ്. അന്നോട്ട് ജീവിതത്തിനെ പറ്റി മറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. കാരണം എല്ലാ മനുഷ്യർക്കും, എല്ലാ മക്കൾക്കും ജീവിതത്തിൽ ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരുന്ന സമയം ഉണ്ടാവും. അന്ന് ആത്മധൈര്യം തരാൻ ഒരാളാരാണ്? അത് വീട്ടിലുള്ളൊരു സ്ത്രീയാണ്. അത് അമ്മയാവാം, ഭാര്യയാവാം, സഹോദരിയാവാം. ആ സ്ത്രീ നൽകുന്ന ഒരു പവർ ഉണ്ടല്ലോ, അതിനാണ് സ്ത്രീ ശക്തി എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ പാർവതി ദേവി, ദുർഗാദേവി, ഇവനൊക്കെ എന്തിനാണ് സ്ത്രീ എന്ന് വിളിക്കുന്നത്? ആ സ്ത്രീയാണ് പ്രപഞ്ചത്തിൻ്റെ ശക്തി എന്ന് പറയില്ല. എന്തുകൊണ്ടാണ് പറയുന്നത്? ഒരു വീടിനെ മുഴുവൻ നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ കഴിവുള്ള ഒരു ശക്തിയുടെ പേരാണ് സ്ത്രീ. ഉള്ളത് കൊണ്ടും ഇല്ലാത്തത് കൊണ്ടും അടുക്കളയിൽ നിന്ന് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് ആ വീട്ടുകാരനെ മുഴുവൻ ആരോഗ്യം കാത്ത് സംരക്ഷിക്കുന്നവളാണ്. ദിവസം എൻ്റെ കുടുംബം രക്ഷപ്പെടണമെന്ന് വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ശക്തിയും അവളാണ്, അല്ലേ? അപ്പോൾ ആ ശക്തി തന്നെ തോറ്റു വരുന്ന ഒരു വ്യക്തി, ജീവിതത്തിൽ എന്തെങ്കിലും സംഘർഷം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന ഒരു വ്യക്തിയോട് ധൈര്യം പകരാൻ വീട്ടിലുണ്ടെങ്കിൽ എന്തിനാണ് വേറെ അമ്പലം കെടും? ഞാനൊരു കാര്യം ഉണ്ടായത് എന്താ പറയുക, ചിലരെ വീട്ടിൽ ചില സാധനങ്ങളില്ലെങ്കിൽ ഭർത്താവത്തിന് മീൻ കൊണ്ടുവന്നു അല്ലെങ്കിൽ ഇറച്ചി കൊണ്ടു. എൻ്റെ ഒരു കൂട്ടുകാരി, അവൾ കേട്ടാലും എനിക്ക് കുഴപ്പമില്ല, അവളോട് ഞാൻ എന്തും നേരിട്ടും പറയാറുണ്ട്. ചിലപ്പോൾ അവളത് കാണുമ്പോൾ പറയും, നീ എൻ്റെ കാര്യമായിട്ടല്ലേ പറഞ്ഞതെന്ന്. അത് കുഴപ്പമില്ല. എന്താ പറയുക, അവളെന്നോട് അങ്ങനെ പണിയൊന്നുമില്ല. എന്താ അറിയോ, നമ്മളിപ്പോൾ ഒരു വീട്ടിലൊരു സാധനം ഇല്ല, ഇറച്ചി കൊണ്ടുവന്നു, അവൾ ഭർത്താവിന്
വരുമ്പോൾ ഇറച്ചി മേടിച്ചിട്ട് വന്നു. അപ്പോൾ വീട്ടിൽ ചിലപ്പോൾ ഒരു വെളുത്തുള്ളി ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇഞ്ചി ഉണ്ടാവില്ല, അല്ലെങ്കിൽ സവോള, എന്തെങ്കിലും ഒരു സാധനം കുറവുണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്കത് വെച്ചു കൊടുക്കണം. അതുകൊണ്ട് ഉള്ളത് കൊണ്ട് നമുക്ക് വെക്കാനൊക്കെ പറ്റും. പറ്റില്ലേ? അമ്മേനെ ഇപ്പൊ എത്ര സാധനം ഇല്ലാണ്ട് അതില്ലാത്തത് കൊണ്ട് ഈ സമയത്ത് ഇത് കൊണ്ടുവന്നിട്ട് ഞാൻ എങ്ങനെ വെക്കുക? ഇതിനെ നിങ്ങൾ ഇപ്പൊ പോയിട്ട് നിങ്ങൾ വെളുത്തുള്ളി മേടിച്ചിട്ട് വരും, അല്ലാണ്ട് എനിക്കിത് വെക്കാനേ പറ്റില്ല എന്ന് പറയാം. വെളുത്തുള്ളി ഇല്ലാണ്ട് എന്താ ഇറച്ചി വെച്ചൂടെ? അതും വെക്കാൻ പറ്റും. അതായത് പണ്ടുള്ള ആൾക്കാരൊക്കെ എന്തൊക്കെ ഇല്ലാണ്ടാണ് വെച്ചേർന്നത്, നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നില്ല. എന്നിട്ട് ഞാൻ അവളോട് പറയും, നീ ഈ നേരത്തെ വെളുത്തുള്ളി മേടിക്കാനായിക്കണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ വെളുത്തുള്ളി കൊടുക്കും. പക്ഷെ അതല്ലല്ലോ, അതില്ലെങ്കിലും വെക്കാൻ പഠിക്കണം. അപ്പം ഞാൻ അവരൊക്കെ പറഞ്ഞു, ഞാൻ ഇതൊന്നും ഇല്ലാണ്ട് നിനക്ക് വെച്ച് കാണിച്ചു തരാറുണ്ട്, ഞാൻ വെച്ച് കാണിച്ചു. അതിൻ്റെ ശേഷം അവൾ പറയും, നീ ഭയങ്കര സാധനമാണ്, ഇതൊക്കെ ഇല്ലാണ്ട് വെക്കാല്ലേ. അങ്ങനെ ഒരു സാധനം വീട്ടിലില്ല എന്ന് പറഞ്ഞാൽ അതിന് പിടിക്കുക, ഇതെനിക്ക് വെക്കാൻ പറ്റില്ല എന്ന് പറയുക. അങ്ങനെയൊക്കെ ഉള്ളവർ ഒരു മാറ്റം വരുത്തുക. നമുക്ക് ഉള്ളത് കൊണ്ട് എങ്ങനെയെങ്കിലും വെച്ചങ്ങ് കൊടുക്കുക. അല്ലാണ്ട് അവർ കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ അവരെ കുറേ അയ്യോ അതില്ല ഇതില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞ് കുരു പറഞ്ഞിട്ട് അത് വെച്ചുണ്ടാക്കിയിട്ട് അത് കഴിക്കാൻ എന്താ ഒരു ടേസ്റ്റ് ഉണ്ടാവുക? അവർക്ക് തന്നെ കൊണ്ടുവന്നിട്ട് ഞാനിത് എന്തിനാ കൊണ്ടുവന്നതെന്ന് പറയും അല്ലേ? അപ്പം അങ്ങനെയുള്ള സ്വഭാവങ്ങളും സ്ത്രീകൾ കാണിക്കാൻ പാടില്ല. അവർ കൊണ്ടുവന്നോ, നമ്മൾ ഏത് നേരത്താണെങ്കിലും വേണ്ടില്ല, അത് വെച്ച് കൊടുക്കുക. ഉള്ളത് കൊണ്ട് ഇനി ഇല്ലേ, ഇന്ന സാധനം ഇല്ല എന്നാലും കുഴപ്പമില്ല വെക്കാം. ഇത് ഈ കൊണ്ടുവന്ന ആളെ വീണ്ടും അങ്ങോട്ട് അയക്കുക രാത്രി നേരത്തൊക്കെ അല്ലേ? അങ്ങനെയുള്ളതൊന്നും ചെയ്യരുത്. അതുപോലെ ഭർത്താവിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ ഇന്നതാണെന്ന് പറഞ്ഞാൽ ആളെ തളർന്നിരിക്കണേ, അതൊക്കെ മാറും. നിങ്ങളെന്തിനാ അങ്ങനെ ചിന്തിച്ചിരിക്കുന്നതെന്ന് ചോദിക്കാൻ ഒരു സ്ത്രീ, അത് ഭാര്യ ആയാലും അമ്മയായാലും പെങ്ങളായി സഹോദരി ആയാലും ഒക്കെ ഉണ്ടെങ്കിൽ അതൊരു ഏറ്റവും വലിയ ശക്തിയാണ്. സ്ത്രീ ശക്തി എന്ന് പറയുന്നത് അത് ഇതൊക്കെ തന്നെയാണ് അല്ലേ? അതുപോലെ തന്നെ സൃഷ്ടിക്കാൻ കഴിവുള്ളവള്, സ്നേഹിക്കാൻ അറിയുന്നവള്, സംരക്ഷിക്കാനും കൂടി പഠിച്ച എന്ന് വെച്ചാൽ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരും സ്ത്രീ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ അറിയോ? ഒരു കുടുംബത്തെ സംരക്ഷിക്കുന്നവളാണ് ശരിക്കും സ്ത്രീ. അവിടുത്തെ എല്ലാ ബുദ്ധിമുട്ടുകളും തരണം ചെയ്ത് കടബാധ്യതകളൊക്കെ ഉണ്ടെങ്കിലും അതിനൊക്കെ ഒരു എന്താ പറയുക, ഒരു ഐഡിയയിൽ കൊണ്ടുപോകണവളുടെ പേരാണ് സ്ത്രീ. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റുകളും തോറ്റുപോകും, ഒരു സി എക്കാരനും തോറ്റുപോകും സാധാരണ ഒരു വീട്ടമ്മയുടെ നമ്പർത്ത്. അപ്പോൾ അവരൊക്കെ എങ്ങനെയെന്ന് പറഞ്ഞാൽ വീട്ടിലുള്ള ഭർത്താവ് കൊണ്ടുവന്ന് തരുന്ന കാശോ മക്കൾ കൊണ്ടുവന്ന് തരുന്ന കാശും കൊണ്ട് എണ്ണിച്ചുട്ട പോലെ കണക്ക് കൂട്ടി ആ കുടുംബത്തിനെ കറക്റ്റായിട്ട് കൊണ്ടുപോകണമെങ്കിൽ അവരെക്കാളിലും കൂടുതൽ ഒരു കുടുംബത്തെ സംരക്ഷിക്കാൻ ആർക്കാ ശക്തിയുള്ളത്? ഈ ലോകത്തെ സൃഷ്ടിക്കാൻ ജന്മം നൽകാൻ കഴിവ് ഒരു സ്ത്രീനുണ്ടെങ്കിൽ ഒരു കുടുംബത്തെ നന്നാക്കാൻ തീർച്ചയായിട്ടും ഒരു സ്ത്രീന് സാധിക്കും. ആ നന്നായ കുടുംബത്തിലുള്ള മക്കൾ പോയിട്ട് ബാക്കിയുള്ള ആൾക്കാരോട് സുഹൃത്തുക്കളോട് പറയുമ്പോൾ അവർ പറയും ഇന്ന ആളുടെ അമ്മ എങ്ങനെയാണെന്ന് പറയുമ്പോൾ ആ അമ്മ അത് പഠിക്കുമ്പോൾ ഏകദേശം എല്ലാവരും പഠിച്ചിട്ടുണ്ട്. കുറവ് ആൾക്കാർ ചിലർ പഠിക്കാത്തവർ ഉണ്ടാവാതിരിക്കാം. പക്ഷേ അത് പറയുമ്പോൾ ആ വീട്ടിലുള്ള അമ്മ അത് പഠിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്ത് ഓരോ വീട്ടിലും ഓരോ ദേവതമാരുണ്ടായി കഴിഞ്ഞാൽ ആ വീട്ടിലെ ഭർത്താക്കന്മാരും മക്കളൊക്കെ എത്ര പുണ്യം ചെയ്തവരായിരിക്കും. പിന്നെ ഉള്ളതും കൊണ്ട് സന്തോഷിച്ച് ബുദ്ധിമുട്ടുകളൊക്കെ വരട്ടെ, അതൊരു അനുഭവമാണ്, നമുക്ക് ഡയറിയിൽ എഴുതി വെക്കാന്ന് പറഞ്ഞിട്ട് ഇത്തിരി ബുദ്ധിമുട്ട് വിഷമിക്കേണ്ടെന്ന് ആർക്കും ഇരിക്കാൻ പറ്റില്ല. ചെറിയ സങ്കടങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് ഉള്ളിൽ ഒതുക്കി വെച്ചിട്ട് ആ സങ്കടങ്ങളൊക്കെ ഉള്ളിൽ ഒതുക്കി വെച്ച് പുറമേക്ക് കാണിക്കാതെ പുഞ്ചിരിക്കുന്ന ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ ആ സ്ത്രീനെ എന്ത് നന്മയുള്ള പേര് വിളിച്ചാലും മതിയാവില്ല. ആ സ്ത്രീ തന്നെയാണ് വീട്ടിൻ്റെ ഒരു വിളക്ക്. ആ സ്ത്രീ ശരിക്കും ഒരു സൂര്യനെ പോലെ ആവും അല്ലേ? ആ പ്രകാശം കൊണ്ട് ആ കുടുംബം എന്നും സന്തോഷമായിട്ടുണ്ടാവും. എനിക്കിങ്ങനെ ഒരു ദുഃഖം ഉണ്ടടി, എന്തപ്പം ഞാൻ ചെയ്യുക എന്ന് പറയുമ്പോൾ അതൊന്നും സാരമില്ല. നിങ്ങൾ പ്രയത്നിക്കും, നിങ്ങൾ വിജയിക്കാൻ പറ്റും. അല്ലെങ്കിൽ അതിനുള്ള വഴി നമുക്ക് നോക്കാമെന്ന് പറയുന്ന ഒരു ഭാര്യ വീട്ടിലുണ്ടെങ്കിൽ ഒരു സുഹൃത്തിൻ്റെ ആവശ്യമില്ല. അല്ലെങ്കിൽ മക്കൾ എന്തെങ്കിലും അമ്മ എനിക്കിനിപ്പോൾ എന്താ ചെയ്യാന്ന് പറയുന്ന സമയത്ത് നീ പേടിക്കേണ്ട മോനെ, അമ്മയില്ലേ ഒപ്പം എന്ന് പറയാൻ ഒരു അമ്മ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഓരോ കുടുംബവും സ്വർഗ്ഗതുല്യമാവുന്നത്. നമ്മുടെ വീട്ടിൽ നിന്ന് എന്താണ്, ഇന്ന് ബിരിയാണിയാണോ അല്ലെങ്കിൽ ഇന്ന് കഞ്ഞിയാണോ ചമ്മന്തിയാണോ, അത് സ്നേഹത്തോടു കൂടി വിളമ്പുന്നൊരു മുഖം. അത് വിളമ്പുമ്പോൾ എൻ്റെ അമ്മ ഇല്ലാത്തത് കൊണ്ടല്ലേ ഇത് ഉണ്ടാക്കിയത്, അതുകൊണ്ട് അമ്മ രുചി ഇല്ലെങ്കിലും അമ്മ സൂപ്പറായിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് കഴിക്കാനുള്ള മക്കളും ഭർത്താവും ഉണ്ടായ ആ വീട് സ്വർഗം തന്നെയാണ് അല്ലേ? എപ്പോഴും സുഖം സമൃദ്ധി മാത്രം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ സുഖത്തിന്റെ വില അതിന്റെ സുഖം എങ്ങനെ അറിയുക? സത്യമായിട്ടും ദൈവത്തെ പോലെ മറന്നുപോകും. ഒരു പാട്ടില്ലേ, കാണുന്ന സ്വപ്നങ്ങളെല്ലാം ഫലിച്ചാൽ അല്ലേ? ആ പാട്ട് ഓർമ്മയില്ലേ അമ്മയ്ക്ക്? ബന്ധുവാറ് ശത്രുവാറ് സിനിമയുടെ പാട്ട്. പിന്നെ ആരെങ്കിലും ദൈവത്തിൻ്റെ അടുത്ത് പോവുമോ? ദൈവത്തിന് തൊഴുകുമോ? അപ്പോൾ
ഞാൻ പറഞ്ഞ 2 സമയങ്ങൾ അതൊരിക്കലും മറക്കരുത്. ജീവിതത്തിൽ ഏത് സമയത്താണ് ദൈവത്തിനെ പ്രാർത്ഥിക്കുന്നത് പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്ന സമയം തകർന്ന് തരിപ്പണമായിട്ട് ഈ ലോകത്ത് ആരും എനിക്കില്ല, ഞാൻ മാത്രമായി പോയി തോന്നുന്ന സമയത്ത് നിങ്ങളുടെ കണ്ണീരും കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആ സമയമാണ് ഏറ്റവും ശ്രേഷ്ഠമായ സമയം. എല്ലാം ജയിച്ച് നിൽക്കുമ്പോൾ അഹങ്കാരം എന്ന് പറഞ്ഞ സാധനം ആ ചാക്ക് അങ്ങോട്ട് ഇറക്കി വെച്ചിട്ട് ഞാൻ ഒന്നുമല്ല ഇതിനൊക്കെ കാരണം നീയാണെന്ന് പറഞ്ഞിട്ട് അവിടെ തൊഴുത് അതുകൊണ്ട് ആർക്കെങ്കിലും ഒരു നന്മ ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഈ 2 സമയങ്ങളും ഈ 2 സന്ദർഭങ്ങളുമാണ് ദൈവം ഏറ്റവും കൂടുതൽ മനുഷ്യനെ അനുഗ്രഹിക്കുന്നതും. ആ പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുന്നത്. നിങ്ങൾ ഇനി ഏതൊക്കെ ഗ്രന്ഥങ്ങളെടുത്ത് അതൊന്ന് വായിച്ച് എനിക്ക് അത് കിട്ടണേ ഇത് കിട്ടണേ എന്ന് പറയണേക്കാളും വേഗം ദൈവം കേൾക്കണ ഒരു പ്രാർത്ഥന ഒരാളുടെ ദുഃഖം കേട്ടിട്ട് ആത്മാർത്ഥമുള്ള ദുഃഖമാണെങ്കിൽ നിസ്വാർത്ഥമായ ദുഃഖമാണെങ്കിൽ ആ ദുഃഖം കേട്ട് ഒരു ദൈവം വെറുതെ ഇരിക്കില്ല. ആ നിമിഷം കണ്ടില്ലെങ്കിൽ അതിന് നല്ലൊരു ഇത് നിങ്ങൾക്ക് കിട്ടിയിരിക്കും, നല്ലൊരു അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ പുഞ്ചിരിക്കുമ്പോൾ എൻ്റെ മകൻ എൻ്റെ മകള് എൻ്റെ മക്കള് എന്നുള്ള തോന്നൽ സൃഷ്ടി ചെയ്ത ആ ദൈവത്തിനുണ്ടാവും. അപ്പോൾ ആ ഓമനത്വം കൊണ്ട് നിങ്ങളൊന്ന് ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടെ തലോടിയ നിങ്ങളെക്കാട്ടിലും സൗന്ദര്യമുള്ള കുഞ്ഞ് ഈ ലോകത്തുണ്ടോ അല്ലേ? അപ്പോൾ സൗന്ദര്യത്തിൻ്റെ ടിപ്സും പ്രാർത്ഥനയുടെ ടിപ്സും പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ രഞ്ജിത്താനന്ദ സ്വാമിയുടെ ഇന്നത്തെ ക്ലാസ് ഏതാണ്ട് അംബുജാനന്ദ സ്വാമിയോടൊപ്പം ഇന്നതാ അവസാനിച്ച്. ഇന്നിപ്പോൾ കുറേ സ്ഥലങ്ങളിലൊക്കെ പോവാണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ, എന്നിട്ട് ഞങ്ങള് പുറത്തൊക്കെ പോയി വൈകുന്നേരം വരുള്ളൂ. അപ്പൊ ഇന്നിപ്പോ ഉച്ചക്കിലത്തെ ഭക്ഷണം പുറത്താണ്, വൈകുന്നേരത്തെ എന്താണെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അതാണ് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഉണ്ടാക്കി. അപ്പൊ ഞങ്ങൾ ഇനി കഴിക്കാൻ പോകും. അപ്പൊ സ്നേഹത്തോടു കൂടി എല്ലാവർക്കും കഴിക്കാൻ വരുന്നോ? അത് വിളിക്കണല്ലോ, നമ്മളിപ്പോ ഇറങ്ങണമെന്ന് അവർക്ക് അറിയാം. അപ്പൊ ഞാൻ എങ്ങനെ വിളിക്കുക? എന്നാലും നമ്മളത് വിളിക്കണം. വെറുതെ ഇന്നല്ലെങ്കിൽ എന്തെങ്കിലും വരില്ലേ അപ്പൊ ഞാൻ ഉണ്ടാക്കി തരാം കേട്ടോ. ഗോതമ്പ് എന്താ പറയാ മസാല. അപ്പൊ എല്ലാവർക്കും ബൈ.